ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടോയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനലെ മാക്സിമം ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ ഒരുപാട് പേരോട് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ഫിസിക്സ് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററായിട്ട് എടുത്ത് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സമയം കുറവുണ്ട്. കാരണം ഫിസിക്സ് ഒരുപാട് ഉണ്ട്. ഫിസിക്സിൻ്റെ പ്രശ്നം മീൻസ് നമ്മളിപ്പോൾ ഫിസിക്സ് ഡയറക്റ്റായിട്ട് വാട്ട് ഈസ് ദിസ് എന്നൊക്കെ ചോദിക്കുന്നത് കുറവായിരിക്കും. അതായത് ഡയറക്റ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്. അത് ആപ്ലിക്കേഷൻ ലെവലായിട്ടൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു, 2 വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1 ആദ്യത്തെ 4 പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും പാർട്ട് 2 അടുത്ത 4 പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ചെയ്യാനായിട്ട്. അപ്പോൾ പാർട്ട് 1 പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞ് ഞാൻ ഈ സംസാരിച്ച് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്തോട്ട് ഞാൻ ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. നിങ്ങളത് പൗസ് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എത്രയും ഒന്ന് എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചാണ്. ഇത് റിവിഷൻ പാറ്റേൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ പഠിച്ചാണ്. നിങ്ങളുടെ സ്കൂളിൽ ഇത് നോട്ടുണ്ട്, ട്യൂഷൻ സെൻറ്റേഴ്സിൻ്റെ നോട്ട് കാണും, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലാതെ കാണും. ഏതായാലും ഞാൻ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഫിസിക്സിലെ ആദ്യത്തെ 4 പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കുക. ഇതൊക്കെ എനിക്ക് അറിയാമോ എന്ന്. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് സ്വന്തമായിട്ട് കണ്ടെത്താനൊരു ശ്രമം നടത്തുക. ടെസ്റ്റിലും നിങ്ങളുടെ ഗൈഡിലും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുക. അങ്ങനെ ശ്രമിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യം സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ഉത്തരം തേടി പോകുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ്, ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഇട്ടിരിക്കുക ഇന്ന ക്വസ്റ്റ്യന് ഭയങ്കര ഡൗട്ടാണ്, എൻ്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇടാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ സ്ലോ ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത്രയും ഒന്ന് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ബാക്കി പാർട്ട് 2 ആയിട്ട് ഞാൻ നാളെ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും വൈകുന്നേരം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ഇത്രയും ഒന്ന് നോക്കിയിട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് ഇരുന്ന് ഇപ്പോൾ 10ാം ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇരുന്ന് വർക്ക് ചെയ്യാം. നാളെ ഒരു വൈകുന്നേരത്തിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് സെർച്ച് ചെയ്യുക. കാരണം നമ്മൾ ഹിസ്റ്ററി പോലെ വാസ്റ്റായിട്ടൊന്നും പഠിക്കുകയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആപ്റ്റായിട്ട് ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അല്ലാതെ ഇത് നമുക്ക് നിങ്ങളെ ഭാഷയിൽ ചില പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോച്ചയടിച്ച് കയറ്റിയിട്ട് മാർക്ക് കിട്ടുന്ന സാധനമല്ല ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തതൊക്കെ ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കുക. എവിടെ ടെസ്റ്റിലുണ്ടോ എന്നൊന്ന് കണ്ടെത്തി നോക്കുക. അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചോദിക്കുക. ഇങ്ങനെ വിളിച്ചിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ഡൗട്ടാണ്, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ടീച്ചറെയൊക്കെ സമീപിക്കാം. നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ തീരാത്ത ക്വസ്റ്റ്യൻസ് വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിൻ്റെ ഉത്തരം ഞാൻ നാളെ അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന നേരത്ത് നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോഴത്തേനും നമ്മളെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ പൗസ് ചെയ്ത് നിർത്തിയിട്ട് ബുക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് മാക്സിമം അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടതാണ്. ഫിസിക്സ് ആയതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കാൻ സമയവുമില്ല. കാരണം ബാക്കി ബയോളജിയും കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു എയിമുണ്ട്, ഇത്ര ഇതിൻ്റെ അകത്തുനിന്നേ വരുള്ളൂ, ഇന്നതകത്തുനിന്നേ വരുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു വിശ്വാസമുണ്ട്. ഫിസിക്സ് ആകുമ്പോൾ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി വാസ്റ്റായിട്ട് പഠിക്കണം. കാരണം അത്ര ഇതായിട്ട് പഠിച്ചാലേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻസ് പൗസ് ചെയ്ത് നിർത്തിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയണത്. ഇതാ വീഡിയോയുടെ തൊട്ട് ബാക്കിലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയെടുക്കുക. ഇതെല്ലാവരും ഒരു ഷെയർ ചെയ്യുക. ഫ്രണ്ട്സെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരും. പാർട്ട് 2 ഉണ്ട്, 4 പാഠങ്ങൾ ഉൾപ്പെടുത്തി ഉടനെ എത്തുന്നതാണ്. വർക്ക് ഹാർഡ്. ടൈം ഇപ്പോൾ 11 മണിയായി. എന്നാലും ഞാൻ പറയാണ്, നമുക്കൊരു 12:30 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കാം. പരീക്ഷ എത്താറായി.
മാർക്കാണ് നമുക്ക് ലക്ഷ്യം. അതുകൊണ്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കുക.